അതെ, ഇന്ന് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല വെച്ച് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ച് ഉപയോഗങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും പല്ല് തേക്കാനൊരു പേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ചെറിയ കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പേസ്റ്റാണ്. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ മോണയുടെയും പല്ലിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ പേസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 തണ്ട് നല്ലതുപോലെ കഴുകി പ്രാണികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു കൈ അളവിനുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ച് ഇതൊരു 1/2 ഗ്ലാസ് ആക്കി എടുക്കണം. നല്ലതുപോലെ തിളച്ച് നമ്മൾ എടുത്ത വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇലയുടെ കളറൊക്കെ മാറിയിട്ട് വെള്ളത്തിന് ഇതുപോലെ ഒരു കളറാവും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം തണുത്ത ആര്യവേപ്പിൻ്റെ വെള്ളമാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. വെള്ളം മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി സവാളയാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ച് അതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇത് അങ്ങനെ എടുത്ത സവാളയുടെ നീരാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന വേപ്പിലയുടെ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മളൊരു സ്പ്രേ ബോർഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അടിപൊളി ഒരു ടോണറാണ് കേട്ടോ. നമ്മുടെ തലയിലുണ്ടാകുന്ന താരന് ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഈ ഒരൊറ്റ ടോണർ മതി. കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ മുടി സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുത്താൽ മതി. ഒരാഴ്ചയ്ക്കുള്ളിൽ താരനും അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലും ഒക്കെ തന്നെ മാറിക്കിട്ടും. നമ്മളിപ്പം തയ്യാറാക്കിയെടുത്ത ഈ ഒരു ടോണർ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. നോൺ വെജൊക്കെ വാങ്ങി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ചേഞ്ച് ആവുന്നത്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ. 100% സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ. ഏത് നോൺ വെജ് ഐറ്റം ആയാലും, അതായത് മട്ടനോ ചിക്കനോ ഫിഷോ എന്ത് തന്നെ ആയാലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയുള്ള ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ആര്യവേപ്പിൻ്റെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് നിങ്ങൾ ഫ്രീസറിൽ വെച്ച് നോക്കൂ. ഒരാഴ്ച കഴിഞ്ഞെടുത്താലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവാണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ? പക്ഷേ നമ്മൾ മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കി കഴിയുമ്പം നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്മെല്ല് മാറാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും പോകാറില്ല. പ്രത്യേകിച്ചും ചാള മത്തി പോലുള്ള ഐറ്റംസൊക്കെ വാങ്ങി കഴിയുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. 1-2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഇതുപോലെ എടുത്ത് കുറച്ച് പൊടിയുപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കയ്യിലിട്ടൊന്ന് തിരുമി നോക്കൂ. ഏത് മീനിൻ്റെ സ്മെല്ലായാലും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. പൊടിയുപ്പും കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിയുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈയുടെ സോഫ്റ്റ്നെസ് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. സന്ധ്യാസമയം ആയാൽ എല്ലാ വീട്ടിലെയും വലിയൊരു തലവേദനയാണ് കൊതുകിൻ്റെ ശല്യം. അതിനെ ഒഴിവാക്കാനായിട്ട് 5 പൈസ ചിലവില്ലാത്ത ഒരു കിടിലൻ സൂത്രം കണ്ടു നോക്കാം. ഇതുപോലെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് നല്ല ഉണങ്ങിയ ചകിരി കുറച്ച് വെച്ച് കൊടുക്കാം. ഞാനിത് സ്ഥിരമായിട്ട് പുകയ്ക്കുന്നൊരു പാത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ് കരി പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചകിരി കത്തിച്ചതിന് ശേഷം 2-3 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല കൂടി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിലുള്ള കൊതുകൊക്കെ തന്നെ പുറത്തു പൊയ്ക്കോളും. സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ വീടിനുള്ളിൽ പുകയ്ക്കുന്നത് കൊണ്ട് വീട്ടിൽ കരിയൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. കുറച്ച് ഫ്രഷ്നെസ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടും കർപ്പൂരത്തിൻ്റെ. അതിനുശേഷം ഇതുപോലെ വീടിനുള്ളിലേക്ക് ഒന്ന് പുകച്ചതിന് ശേഷം ഈ ഒരു പാത്രം നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഒരു കൊതുകും വീടിനകത്തേക്ക് വരത്തില്ല. പച്ച ആര്യവേപ്പിൻ്റെ ഇലയിട്ട് ഇങ്ങനെ പുകയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. ഈ ഒരു സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും വരത്തില്ല. ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ.
ഇനി നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ 2 ആര്യവേപ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു പേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വായുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ. ആദ്യം തന്നെ 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല നല്ലതുപോലെ കഴുകി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ആര്യവേപ്പിൻ്റെ ഇല ഒന്നും വേണ്ട കേട്ടോ. 2 തണ്ട് മതി. ഒരു 10 15 ആര്യവേപ്പിൻ്റെ ഇല മാത്രം മതി. ഒരുപാട് ആര്യവേപ്പിൻ്റെ ഇല എടുത്താൽ നമ്മുടെ പേസ്റ്റിന് കയ്പ്പ് ചെവ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഒരു 10 15 ഇല മാത്രം മതി. അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ദേ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് വേണം. ഒരു 10-20 ഗ്രാമ്പുമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ഏലക്കയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ. അതൊരു 1/4 ടേബിൾ സ്പൂണോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം വേണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാതെ നാച്ചുറലായിട്ടാണ് ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് 1-2 സാധനങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് കല്ലുപ്പാണ്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് തന്നെ എടുക്കണം, പൊടിയുപ്പ് ഇതിലേക്ക് എടുക്കരുത്. പിന്നെ വേണ്ടത് മൈദയാണ്. മൈദയെ നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റ് രൂപത്തിൽ ആക്കാനായിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇനി പേസ്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നത്, പൗഡറായിട്ട് തന്നെയാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു മൈദ ഒഴിവാക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത ആ ഒരു പൗഡർ നമ്മൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പൗഡർ വേണമെങ്കിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പേസ്റ്റ് ആയിട്ടാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ തീയിൽ വെച്ച് ഇത് കുറുക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാൻ. ഇതേ നമ്മൾ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി പേസ്റ്റിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. നമുക്കറിയാമല്ലോ പേസ്റ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. കാരണം ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് മൈദയാണ്. കട്ട കെട്ടാതിരിക്കാനായിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏകദേശമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അതേ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ വീണ്ടും അത് കുറച്ചും കൂടെ കട്ടിയായി പോകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിരിക്കുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ ഒരു കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇഷ്ടമുള്ളൊരു പാത്രത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഏകദേശം 2 മാസത്തിലേറെ ഉപയോഗിക്കാൻ പറ്റുന്ന പേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാണ്ട് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടൂത്ത് പേസ്റ്റാണിത്. നമ്മുടെ വായിലുണ്ടാകുന്ന വായ്നാറ്റം, മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നത്, അതുപോലെ തന്നെ പുഴുപ്പല്ല്, അങ്ങനെ എല്ലാ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഒറ്റ പേസ്റ്റ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അടിപൊളി ഒരു പേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മാസത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.